മിസ്റ്റർ കെ കെ ഗോപിനാഥൻ ആത്മഹത്യാക്കുറിപ്പിൽ താങ്കളുടെ പേരുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ താങ്കളുടെ പേരുണ്ട്. ഇന്നിപ്പോൾ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ പ്രതിപ്പട്ടികയിലെ കയറി നിൽക്കേണ്ട ആളാണ് താങ്കൾ എന്ന ഒരു ബോധ്യം, ഒരു ഭയം അലട്ടുന്നുണ്ടോ ശ്രീ കെ കെ ഗോപിനാഥൻ? എനിക്കൊരു ഭയമില്ല. ആദ്യം ഒരു കുറിപ്പിന്റെ അകത്ത് എന്റെ പേരില്ല. ആദ്യ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്ത് ആത്മഹത്യാക്കുറിപ്പ്? എന്താണ് പുറത്തു വന്നത്? NM വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കത്ത്. ആ കത്തിന്റെ അകത്ത് 2-3 ആളുകളുടെ പേരുണ്ട്. അത് പ്രധാനപ്പെട്ടത് കേണിച്ചിറയുള്ള ഒരു രാധാകൃഷ്ണന്റെ വഴിയിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി അത് കൊടുക്കാനുണ്ടെന്ന ഈ കത്ത്. ഈ പറയുന്ന ഈ ഇതിന് മുമ്പ് തന്നെ ആ പൈസ കൊടുത്തു തീർത്തതാ. കെ കെ ഗോപിനാഥൻ മാസ്റ്റർ, ND അപ്പച്ചൻ എന്നിവർ പറഞ്ഞു അർബൻ ബാങ്കിൽ ജോലി കിട്ടുന്നതിന് വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് ചെക്കും എന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലത്തിന്റെ പണയാധാരവും നൽകിയിരിക്കുകയാണ് എന്നീ പറയുന്ന ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കെ സുധാകരൻ എഴുതി രണ്ടാമത്തെ കത്തിലും താങ്കളുടെ പേര് കെ കെ ഗോപിനാഥിന്റെ പേര് പറയുന്നുണ്ട്. ആ കത്തിന്റെ അവസാനം ഏറ്റവും ഒടുവിൽ തീരുന്നത് ഇത് 10 ദിവസം കാത്തുവെക്കണമെന്ന് എന്റെ മകനോട് ഞാൻ പറയുകയാണ്, അതിനുശേഷം ഇത് SP ക്ക് നൽകണമെന്ന് പറയുകയാണ്, അതിനുള്ള അവസരം ഉണ്ടാക്കല്ലേ സാർ എന്ന് പറഞ്ഞ ആത്മഹത്യക്കുറിപ്പല്ലേ? പിന്നെന്താ? ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എനിക്കൊരു സമയം തരണ്ടേ? പറയൂ. എനിക്കൊരു സമയം തരണ്ടേ? ഇത് ഈ കത്തിന്റെ അകത്ത്, ഈ പറയുന്ന കത്തിന്റെ അകത്ത് ഒരു രാധാകൃഷ്ണന്റെ ഇന്ന് 15 ലക്ഷം രൂപ കൊടുക്കാനാന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ രാധാകൃഷ്ണൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വിജയനുമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നു. 1.5 വർഷം മുമ്പേ പൈസ തന്നെല്ലാം തീർത്ഥാണ് രാധാകൃഷ്ണൻ പറയുന്നു. അപ്പൊ എന്താ ഈ കത്ത് 1.5 വർഷം മുമ്പ് എഴുതിയല്ലേ? ആത്മഹത്യാക്കുറിപ്പല്ലല്ലോ. ഇതെങ്ങനെയാണ് അപ്പൊ 10 ദിവസത്തെ കാര്യം പറയുന്നത്? കെ കെ ഗോപിനാഥൻ പിന്നെ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ 15 ലക്ഷം രൂപ എന്റെ ചെക്ക് മുഖേന വാങ്ങിയത്, കണിച്ചിറ സ്വദേശി രാധാകൃഷ്ണൻ മാസ്റ്റർ എന്ന് വാങ്ങിയത്, ഞാൻ ലോൺ എടുത്ത് തിരികെ കൊടുത്തത് കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. സാർ, ഈ ബാധകളൊന്നും എന്റെ മക്കൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ താങ്കളുടെ പേരല്ലേ? അതങ്ങനെ ആത്മഹത്യക്കുറിപ്പ് അല്ലാതാവുക? നിങ്ങൾ അങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കട്ടെ. കാര്യം പറയുന്നത് കേൾക്കുന്നേ. ഇതെന്താ ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചിട്ട് കാര്യമുണ്ടോ? കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ കേക്ക്. കെ ഗോപിനാഥൻ, താങ്കളാണ് ഓട്ട അടയ്ക്കുന്നത്. താങ്കളാണ് ഓട്ട അടയ്ക്കുന്നത്. ഇത് ഈ പറയുന്ന കത്ത് പിന്നെ ആത്മഹത്യാക്കുറിപ്പല്ല. പിന്നെന്താ? 1 വർഷം മുമ്പ് എഴുതിയ കത്താണ്. അത് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്കറിയാം, അത് ക്ലാരിറ്റി എനിക്കറിയാം. താങ്കൾക്ക് എങ്ങനെ അറിയുന്നത്? പിന്നെ എങ്ങനെയാണ് അതിൽ 10 ദിവസത്തെ കാര്യം പറയുന്നത്? എന്റെ മരണശേഷം ഇത് 10 ദിവസം കാത്തുവെക്കണം എന്റെ മകനോട് പറയുകയാണ്, അതിനുശേഷം SP ക്ക് കൊടുക്കണം എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് എഴുതിയാണോ? നിങ്ങൾക്ക് എന്താ ആരെങ്കിലും കുറ്റം ചാടാൻ നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അത് നടക്കുന്ന കാര്യമല്ല. ഇത് നിയമമാണ് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് റൂൾ. കെ കെ ഗോപിനാഥൻ, ഈ 10 ദിവസത്തെ കാര്യം പറയൂ. ഈ 10 ദിവസത്തെ കാര്യം ക്ലാരിറ്റി ഉണ്ടാക്കൂ. 10 ദിവസം ഈ കത്ത് വെയിറ്റ് ചെയ്യൂ എന്ന് മകനോട് പറഞ്ഞ് എന്തിനാണ്? അദ്ദേഹത്തിന് പാർട്ടി സ്നേഹം കൊണ്ട് അത് പാർട്ടി പരിഹരിക്കുമെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോട്ടെ എന്ന് മരണത്തിന് അവസാന മണിക്കൂറുകളിൽ ആ മനുഷ്യൻ വിചാരിക്കുകയാണ്. ആത്മഹത്യക്കുറിപ്പല്ലെന്ന് പറഞ്ഞ അനാദരവല്ലേ? നിങ്ങൾ ഈ 24 ചാനൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസുകാരെ പ്രതിപട്ടിക നിങ്ങൾ വിചാരിച്ചത് ഈ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നിയമപരമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസിൽപ്പെട്ട ആളുകൾ ആരും ഇതിനൊരു കുറ്റവാളിയല്ല. പിന്നെ CPM പെട്ട SK സതീഷാണോ പ്രതിയാവാൻ പോകുന്നേ? ശ്രീ കെ കെ ഗോപിനാഥൻ, താങ്കളടക്കം പ്രതിപട്ടികയിലേക്ക് വരാൻ പോവാ. നിങ്ങൾ എന്റെ പേരൊന്നും പ്രതിപട്ടിക വരികയല്ല. നിങ്ങൾ മഞ്ഞുപള്ളിയും വേണ്ട. അതെന്തുകൊണ്ടാണ് താങ്കളുടെ പേര്? ഇപ്പൊ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പണം വാങ്ങി എന്ന് കൃത്യമായി എഴുതി വെച്ചൊരു ആത്മഹത്യാക്കുറിപ്പിൽ താങ്കളുടെ പേര് എന്തുകൊണ്ടാണ് വരില്ല എന്നാണ് ആ കോൺഫിഡൻസ്? ഗോപിനാഥൻ വായിച്ചു നോക്ക്. ഞാൻ ഗോപിനാഥൻ മാഷ അതിന്റെ അകത്ത് പണം വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ND അപ്പച്ചൻ പൈസ വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. IC ബാലകൃഷ്ണൻ പൈസ വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളത് ഉണ്ടാക്കാൻ വിചാരിച്ചവര് നടക്കുന്ന ആര് പറയുന്നേ? കെ കെ ഗോപിനാഥൻ മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർ ചേർന്ന് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ 15 ലക്ഷം രൂപ എന്നാ പറയുന്നേ? ഇൻ ബ്രാക്കറ്റ് എന്റെ ചെക്ക് മുഖേന വാങ്ങിയത്. ബാക്കി ആർക്ക് വാങ്ങുന്നത്? ഓട്ട അടയ്ക്കുവാണോ? താങ്കളാ ഓട്ട അടയ്ക്കുന്നേ? ഞാനല്ല, നിങ്ങളെ ഓട്ട അടിക്കും. ഞാൻ പറയാം, അത് വാങ്ങിയത് കേണിച്ചെറിയുള്ള ആടെന്നാ പറഞ്ഞത്. അയാളുടെ 1.5 വർഷം മുമ്പേ അയാൾക്ക് കിട്ടി പോയിച്ചെന്ന് അയാൾ പറഞ്ഞത്. അയാളോട് ചോദിച്ചു നോക്ക്. ഞാൻ കെ കെ ഗോപിനാഥൻ മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. കെ കെ ഗോപിനാഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെക്ക് കൊടുത്തത്. പറ്റി കൊടുക്കാൻ പറയത്തില്ല. എന്തിനാ ഞാൻ വല്ലവനും ചെക്ക് കൊടുക്കുന്നത്? എന്റെ പൈസ ഉണ്ടോ ഞാൻ നേരിട്ട് കൊടുത്താൽ മതിയല്ലോ. ചെക്കിന്റെ ആവശ്യമില്ലല്ലോ. സാറേ, മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ ആത്മഹത്യക്കുറിപ്പ് എഴുതുന്ന കാര്യം കള്ളമാണെന്ന് പറയല്ലേ? നമ്മളെ വെറുതെ മരണത്തിന് ശേഷം ഒന്നും പറയണ്ട. നമ്മളിപ്പോ ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത കോൺഗ്രസ് എടുത്ത് അതിന്റെ അകത്ത് അസൂയ കൊണ്ട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യം. എന്താ അസൂയ? ഇവിടെ കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുൻ ബാങ്ക് പ്രസിഡന്റ് പണം വാങ്ങി വഞ്ചിച്ചു എന്നൊരു പരാതിയുണ്ട്. ആരുടെ പരാതിയാണെന്നറിയോ? അമ്പലവയൽ ആനപ്പാറ സ്വദേശി പുത്തമ്പുര ഷാജി, 64 പരാതിയാണ് കേട്ടോ. ആ പരാതി പറഞ്ഞ ഇങ്ങനെ: 9 വർഷം മുൻപ് ബത്തേരി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ മകന് സ്ഥിരം ജോലി തരാമെന്ന് പറഞ്ഞ് ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ കെ ഗോപിനാഥ് ബാങ്കിലേക്ക് വിളിപ്പിക്കുകയും 12 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. താങ്കളുടെ സ്ഥിരം പണിയാണോ ഗോപിനാഥനത്? ഇല്ല, ഞാൻ മറുപടി പറയാം. എന്താ മറുപടി?
ഈ ഷാജി എന്താ പറയുന്നത്, ഈ ഷാജി ഏതാണെന്ന് അറിയില്ല. അയാൾ തന്നെ പറഞ്ഞത് ഗോപിനാഥനെ എനിക്ക് അറിയത്തില്ലെന്ന്. ഇതെന്താ ഈ പറയുന്നത്? ആ കത്തിലെ ഈ പരാതി എന്നുള്ള കത്തിലെ ഗോപിനാഥനെ എനിക്ക് അറിയത്തില്ല. അയാൾ തന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാൾ എന്നെ കണ്ടിട്ടില്ല. താങ്കളെ അറിയാത്ത എൻ വിജയൻ താങ്കൾക്കെതിരെ ആത്മഹത്യക്കുറിപ്പിൽ പേരെഴുതും. താങ്കളെ അറിയാത്ത വേറൊരു വിജയൻ വേറൊരു ഷാജി താങ്കൾക്കെതിരെ 12 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന പരാതി കൊടുക്കും. താങ്കളോട് ഇത്ര ശത്രുത എന്തിനാണ് എല്ലാവർക്കും ശ്രീ ഗോപിനാഥൻ? എന്റെ പേർക്ക് ഒരു ശത്രുതയില്ല. ഈ ഗോപിനാഥൻ പറയുന്ന ഗോപിനാഥനാണെന്ന് നിങ്ങൾക്കറിയാം. പല ഗോപിനാഥന്മാരുണ്ട്, അത് ഗോയാനാണെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അല്ല, ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ മകന് ജോലി ബാങ്ക് പ്രസിഡന്റായിരുന്നു കെ ഗോപിനാഥൻ. വേറെ ആരാ ഉണ്ടായിരുന്നേ? ബാങ്ക് പ്രസിഡന്റായിട്ട് വേറെ പല ആളുകളുണ്ട്. വേറെ എത്ര കെ ഗോപിനാഥൻ ഉണ്ടായിരുന്നു? വേറെ എത്ര കെ ഗോപിനാഥൻ ഉണ്ടായിരുന്നു? പല സ്ഥലത്തുനിന്ന് വായ്പ വാങ്ങി 3 ലക്ഷം രൂപ ബാങ്കിന്റെ ഓഫീസിലെത്തി പ്രസിഡന്റ് കയ്യിൽ കൊടുത്തു. താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ച എന്തിനാണ്? നിങ്ങൾ ഈ പറയുന്ന 10 ലക്ഷം താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ ഈ കോൺഗ്രസ് നടപടി സ്വീകരിച്ച എന്തിനാണ് കെ ഗോപിനാഥൻ? എന്താണെന്നറിയാം, കോൺഗ്രസിലുള്ള പല ആളുകളെ കുടുക്കിയിട്ടെടുക്കാൻ അതൊന്നും കൊടുക്കാൻ നടക്കുകയില്ല. അതൊക്കെ മോഹം മാത്രമേ ഉള്ളൂ. കെ ഗോപിനാഥൻ, താങ്കൾക്കും ഡോക്ടർ സണ്ണിക്കുമെതിരെ കോൺഗ്രസ് പാർട്ടി അന്വേഷിച്ച് നടപടി സ്വീകരിച്ച എന്തിനാണ്? കോൺഗ്രസ് പാർട്ടി അന്വേഷണം ഞങ്ങൾക്കെതിരെ നടന്നില്ലല്ലോ. അതെന്താ പണ്ട് പിന്നെ DCC പ്രസിഡന്റ് പിന്നെ IC ബാലകൃഷ്ണൻ 200 കോടി രൂപ 2 കോടി രൂപ വാങ്ങിച്ചു എന്നും പറഞ്ഞ് ആരോ ഒരു പരാതി അയച്ചു. അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അന്വേഷണം നിരപരാധിയാണെന്ന് ഞങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു. കെ ഗോപിനാഥൻ, ഇന്നിപ്പോ അവിടുത്തെ BJP നേതാവ് പ്രശാന്ത് മലവേൽ പറഞ്ഞത് താങ്കളാണ് ഈ പറയുന്ന എല്ലാത്തരം ഗുപ്തപ്പണികളുടെയും ഉടായ്പകളുടെയും CPM കോൺഗ്രസ് പാലമായി വർത്തിക്കുന്നത് താങ്കളാണ് എന്ന് പറയുകയാണ് പ്രശാന്ത് മലവേൽ. അങ്ങനെയുണ്ടോ? പ്രശാന്ത് എന്റെ ഒരു സുഹൃത്ത്, അയാൾ അങ്ങനെയൊന്നും പറയത്തില്ല. അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അതിപ്പോ രാഷ്ട്രീയ ശത്രുത അല്ല, അത് ഗെയിനായിട്ട് പറയില്ല. അയാളൊന്നും പറയില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. പ്രശാന്ത്, പക്ഷേ നല്ല ബന്ധമുള്ള മനുഷ്യൻ പറയുന്നുണ്ട് താങ്കളാണ് ഈ ഇടപാടിന്റെ ഒക്കെ സൂത്രധാരൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്കളാണ് ഇതിന്റെ കിങ് പിൻ എന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, ഇതൊന്നും നടക്കുകയില്ല. കോൺഗ്രസിലുള്ള ഒരാളെയും ബേസിക് ആയിട്ട് നശിപ്പിക്കാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുകയില്ല. ഇത് കോൺഗ്രസിന്റെ പാർട്ടി മേലങ്കീട് തണിയല്ലേ കെ ഗോപിനാഥൻ? പാർട്ടി മേലങ്കീട് തണിയല്ലേ? ഇവിടെ NM വിജയൻ എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്തൊരു പാമ്പ് പിടിച്ച മനുഷ്യൻ താങ്കളുടെ പേര് എഴുതി നോക്കും. താങ്കൾ പറയുന്നു അങ്ങനെ ഇല്ല എന്ന്. താങ്കൾ കള്ളം പറയുക. താങ്കളുടെ പേര് എഴുതി വെച്ച ആത്മഹത്യ കുറിപ്പിൽ ഇവിടെ മറ്റൊരു ഷാജി താങ്കളുടെ പേരിൽ താങ്കൾ പണം വാങ്ങി എന്ന് പറയുക. താങ്കൾ ബ്ലണ്ടായി പറയാം അങ്ങനെ ഇല്ല എന്ന് താങ്കൾ പറയാം. അങ്ങനെ ഇല്ല താങ്കൾ പറഞ്ഞ അങ്ങനെ ഇല്ലാതാവോ? അന്വേഷിക്കട്ടെ സാർ. നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണ ഏജൻസി പറയണ്ട. അന്വേഷണ ഏജൻസി പറയട്ടെ. അന്വേഷണ ഏജൻസി പറയുന്ന പോലെ താങ്കൾ ഇല്ല എന്ന് പറയുന്ന ആരും ഇല്ല എന്നാണെങ്കിൽ അതില്ല. അങ്ങനെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ പട്ടികയിലടക്കം താങ്കളുടെ പേര് വരും. നിങ്ങളുടെ സഹായത്തിന് വേണ്ട നമ്മൾ നോക്കാം, നിയമം നോക്കിക്കോളാം. ശരി, നിയമം നോക്കൂ. നോക്കിക്കോളാം. ശരി, ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ടും ധാർഷ്ട്യത്തിന് കുറവില്ല അല്ലേ കെ ഗോപിനാഥൻ? ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ടും ധാർഷ്ട്യത്തിന് കുറവില്ല അല്ലേ? മരിച്ചതിന് ശേഷമുള്ള കുടുംബത്തെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന നിങ്ങളാ. എന്ത്? ആര് മാനസികമായി പീഡിപ്പിച്ചോന്ന്? കെ ഗോപിനാഥ്, ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ആത്മഹത്യക്കുറിപ്പ് താങ്കളുടെ പേര് എഴുതി വെച്ചിരിക്കുക. താങ്കൾ ആത്മഹത്യക്കുറിപ്പ് വിശ്വാസം ചോദ്യം ചെയ്യണോ? മര്യാദയോടല്ലേ? എന്റെ പേരിൽ ഒരു ആത്മഹത്യക്കുറിപ്പ് ഇല്ല. നിങ്ങളാണ് അവരെ മാനസിക പീഡനം നിങ്ങൾക്കെതിരായിട്ട്. എന്റെ സാറേ, ഞാൻ എത്ര തവണ വായിച്ചു? ഇനി വേണേ വായിച്ചു തരാം. ഞാൻ അങ്ങനെ ആത്മഹത്യക്കുറിപ്പ് അയച്ചു തരാം. താങ്കൾ വായിക്കാത്തതുകൊണ്ടാണ്. ഞാൻ വായിക്കാം, ഞാൻ കാര്യം മനസ്സിലാക്കാം. ഞാൻ ഡെപ്തായിട്ട് പഠിച്ച ടൈപ്പ് പറയുന്നത്. ഞാൻ അയച്ചുതരാം. ഞാൻ ആത്മഹത്യക്കുറിപ്പ് അയച്ചു തരാം. താങ്കൾ ഒരു ചുക്കും പഠിച്ചിട്ടില്ല.